സമൂഹത്തിലിറങ്ങി സേവന പ്രവർത്തനം നടത്തുന്ന സേവാഭാരതി ആവിഷ്കരിച്ച ഏറ്റവും നൂതനമായ ഒരു പരിപാടിയായിരുന്നു തലചായ്ക്കാൻ വേണ്ടിയിട്ട്. 2018 പ്രളയത്തിന് മുമ്പ് നമ്മൾ ആരംഭിച്ച പരിപാടിയിൽ നാളിതുവരെ 726 ഭവനങ്ങൾ നമുക്ക് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു. പക്ഷെ നമ്മൾ ആ ഭവന നിർമ്മാണ പദ്ധതിയിൽ നമുക്ക് അതിൻ്റെ കാലഘട്ടമുണ്ടായത് ദൈർഘ്യം വന്നത് ഭൂമിയുടെ ലഭ്യത. പലർക്കും ഭവനങ്ങൾ ആവശ്യമുണ്ട്, പക്ഷെ ആവശ്യമായത്ര ഭൂമി നമ്മുടെ കേരളത്തിലെ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്തിന് ഭൂമിയുടെ ലഭ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിരുന്നു. അത് ലഭിക്കാൻ വളരെ പ്രയാസമില്ല. അപ്പോൾ പ്രളയത്തിന് ശേഷം 2018 ശേഷം പ്രളയത്തിൽ ഒലിച്ചുപോയ പല ആളുകളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി വിലയ്ക്ക് വാങ്ങി അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സേവാഭാരതിയിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ കൊറ്റമ്പത്തൂര് ഭൂമി നമ്മൾ വിലയ്ക്ക് വാങ്ങി 20ഓളം ആ ഭവനങ്ങൾ നമ്മൾ കുടുംബങ്ങളെ പുനരധിവസിച്ചു. ഈ അവസരത്തിലാണ് ഭൂദാനം എന്നുള്ള മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ 2 മഹത് വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വരുന്നു. ശ്രീ സുന്ദരനും ശ്രീമതി വനജ ആണ്ടവൻ. ഈ സുന്ദരൻ എന്ന് പറഞ്ഞ വെറും താഴെത്തട്ടിലുള്ള തൊഴിൽ ചെയ്ത് ജീവനം നടത്തുന്ന അദ്ദേഹം 50 സെന്റ് ഭൂമി അദ്ദേഹം സേവാഭാരതിക്ക് ദാനം ചെയ്തു. തൊട്ടു പിന്നാലെ ശ്രീമതി വനജ ആണ്ടവൻ അവരുടെ 47 സെന്റ് ഭൂമി സേവാഭാരതിക്ക് ദാനം ചെയ്യുകയുണ്ടായി. ഇത് കേരളത്തിൽ വലിയ വാർത്തയായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ ഇതൊരു വലിയ വാർത്തയായപ്പോൾ ധാരാളം സജ്ജനങ്ങൾ സേവാഭാരതിക്ക് ഭൂമി ദാനം ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയും അങ്ങനെ കേരളത്തിലെ സേവാഭാരതിയുടെ പേരിൽ തന്നെ ധാരാളം പേര് ഭൂമി ദാനം ചെയ്യുകയുണ്ടായി. സേവാഭാരതിയെ പോലെ ഒരു സന്നദ്ധ സംഘടന അസറ്റ് ക്രിയേഷൻ, അതിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമി, ലഭ്യമായ ഭൂമി, അതിൻ്റെ സമ്പത്തും ഒക്കെ തന്നെ തിരിച്ച് സമാജത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഭൂദാനം ശ്രേഷ്ഠദാനം എന്നുള്ള പരിപാടി ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ തലചായ്ക്കാനൊരിടം എന്ന പദ്ധതിയുടെ കോർത്തിണക്കി കേരളത്തിൻ്റെ ഒരു വലിയ സംരംഭം സേവാഭാരതി തുടക്കമില്ല.